ഒരുപാട് സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടാണ്. അതായത് ബയോമാക്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള IT ഫീൽഡിലേക്ക് പോകാൻ പറ്റിയ എഞ്ചിനീയറിംഗ് കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പൊ ഞാനൊരു ബയോമാക്സ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ബയോമാക്സ് പ്ലസ് ടുവിൽ ബയോമാക്സ് പഠിച്ചു. അതിനുശേഷം എഞ്ചിനീയറിംഗിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചാണ്. അപ്പോൾ ഈ AI പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും, കൂടുതലും മാത്തമാറ്റിക്സ് ആണ്. അത് 50% ഓഫ് മാത്സും ബാക്കി 50% ഓഫ് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇനീഷ്യലി നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിങ് സൈഡായിട്ട് പഠിച്ചെടുക്കാൻ നോക്കുക. ചില കോളേജസ് നിങ്ങൾക്ക് ബ്രിഡ്ജ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് കോഴ്സസ് നടത്തും. അതായത് C പ്രോഗ്രാമിംഗ്, അങ്ങനത്തെ പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള അവസരം തരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ പറ്റും. അതായത് ഞാൻ പ്ലസ് ടുവിൽ ബയോമാക്സ് പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗിൽ പ്രോഗ്രാമിങ്ങും ഇതെല്ലാം പഠിച്ച് നല്ല മാർക്കോടുകൂടി തന്നെ പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ബയോമാക്സ് പഠിച്ചു വന്നുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റായികയൊന്നുമില്ല. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ അത് ഈ ബയോമാക്സ് പഠിച്ച സ്റ്റുഡൻസ് ആണ് നല്ല രീതിയിൽ വന്നിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്നത്. ലൈക്ക് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് ആ ഒരു തകർപ്പൻ പെർഫോമൻസ്. കാരണം നമ്മൾ കുറച്ച് അഡീഷണൽ എഫേർട്ട് ഇടും. ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് ഇത് ഞങ്ങൾ പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് എഫേർട്ട് കുറയ്ക്കും. അപ്പോൾ ഇച്ചിരി എഫേർട്ട് ഉണ്ട് വരും, ബട്ട് സ്റ്റിൽ യു ക്യാൻ ബി ഓൺ ട്രാക്ക്.